എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പുമായിട്ടാണ്. പ്രത്യേകിച്ചും വീട്ടമ്മമാർക്കുള്ള ഒരു സ്പെഷ്യൽ ടിപ്പാണിതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഇതുപോലുള്ള സ്ക്രബ്ബറാണ്. ഈ കമ്പി വെച്ചിട്ടുള്ള ഈ സ്ക്രബ്ബർ നമുക്ക് പലപ്പോഴും കുറച്ച് നാളൊന്ന് യൂസ് ചെയ്ത് പഴകി കഴിഞ്ഞാൽ ഉപയോഗിക്കുമ്പോൾ കയ്യിലൊക്കെ കുത്തിക്കൊണ്ടിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. എന്നാലും പിന്നെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഒരു കൊച്ചു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മിനറൽ വാട്ടറിൻ്റെ ചെറിയ കുപ്പിയും പിന്നെ നമ്മുടെ പഴയ സ്ക്രബ്ബറുമാണ്. ആദ്യം നമുക്ക് ഈ ചെറിയ കുപ്പീനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ കുപ്പീനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രബ്ബറിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഏതെങ്കിലും ഒരു വള്ളി എടുത്തിട്ട് നമുക്ക് ഈ സ്ക്രബ്ബറിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കോർത്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ച് പഴയതായിട്ട് ഇങ്ങനെ കുത്തിക്കൊള്ളുന്നൊരവസ്ഥയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുറച്ച് ഇടയിൽ കൂടിയൊക്കെ ഒരു 2-3 സൈഡ് ഇങ്ങനെ ഹോളാക്കിയിട്ട് വള്ളി എടുത്തോളൂ. അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഹോളാകുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നു എന്ന് വരില്ല. അതുകൊണ്ടാണ്. പുതിയതാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഇതിപ്പോൾ യൂസ് ചെയ്ത് പഴയതായതല്ലേ. എന്നിട്ട് നമുക്കതിനൊന്ന് ആ കുപ്പിയുടെ ഉള്ളിലോട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പം ഞാനിങ്ങനെ സ്ക്രബ്ബർ കുപ്പിയുടെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തോട്ട് നിൽക്കുന്ന ഈ 2 വള്ളികൾ നന്നായിട്ട് വലിച്ചിട്ട് 2 സൈഡിലേക്കായിട്ട് ഇടുക. എന്നിട്ട് അതിൻ്റെ മൂടി അങ്ങോട്ട് ടൈറ്റായിട്ട് അടയ്ക്കുക. മൂടി നല്ല ടൈറ്റായിട്ട് തന്നെ അടഞ്ഞ് നിൽക്കും. അതാണ് ഞാൻ പറഞ്ഞത്, കോട്ടൻ്റെ വള്ളിയാണ് കൂടുതൽ നല്ലതെന്ന്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ആ ടോപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ അത് അഴിഞ്ഞേ പോരില്ല. അപ്പോൾ നമ്മുടെ പുതിയ സ്ക്രബ്ബർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ഈ വള്ളികളൊന്ന് കട്ട് ചെയ്ത് കളയാം. നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും ഈ മൂടി. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട, ഊരിപ്പോരുന്നൊന്നും ഒരു പ്രശ്നവുമില്ല. ഇനി നമുക്കത് സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിലൊന്നും കുത്തിക്കൊള്ളേയില്ല. ഇങ്ങനെ ഒരു പിടി പോലുള്ളതുകൊണ്ട് നമുക്ക് പാത്രം കഴുകാൻ നല്ല ഈസിയാണ്. മറ്റേത് നമ്മുടെ കയ്യിലൊക്കെ കുത്തിക്കൊള്ളില്ലേ. ഇതിപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പിടിച്ച് ചെയ്യാൻ തന്നെ ഇഷ്ടം തോന്നും. സ്ക്രബ്ബർ പഴയതായാലും ഒരു പ്രശ്നവുമില്ല. ഇനി ഇത് പെട്ടെന്ന് ഉണങ്ങാനായിട്ടൊരു ട്രിക്ക് ചെയ്യാം. ഇതിൻ്റെ താഴെ ഈ മൂടിയിൽ ഒരു 5-6 ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നനഞ്ഞ ശേഷം അത് നമ്മൾ നേരത്തെ ഇതിൻ്റെ ബാക്കി കട്ട് ചെയ്ത് വെച്ച കുപ്പിയില്ലേ അതിലോട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഉണക്കിയെടുക്കാം. നമ്മുടെ കയ്യിൽ ഇനി കുത്തിക്കൊള്ളുന്നുള്ള പ്രശ്നം വേണ്ട. അപ്പോൾ ഈ ഒരു കൊച്ചു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിനടുത്തുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.